കട്ടപ്പനയിൽ നിന്ന് ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കളെല്ലാവരും കൂടി ചേർന്ന് വീട്ടിൽ വന്നായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ മുതിർന്ന കാരണവരെ ആദരിക്കുന്ന ചടങ്ങാണ്. ശ്രീലക്ഷ്മി കുടുംബയോഗം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട് ഞങ്ങൾക്ക്. ഇത് ശരിക്കും അമ്മയുടെ ബന്ധുക്കളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കുടുംബ കൂട്ടായ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ശ്രീലക്ഷ്മി മുത്തശ്ശിയുടെ തായ് വഴിയിലൂടെ കടന്നു വരുന്ന എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഈ കുടുംബയോഗം മുന്നോട്ട് പോകുന്നത്. ഇതിൽ 5-6 ജനറേഷൻ ഉൾപ്പെടുന്നുണ്ട്. ഏപ്രിൽ 20 കുടുംബയോഗത്തിൻ്റെ 13ാമത്തെ വാർഷികം കട്ടപ്പനയിൽ വെച്ചുണ്ടായിരുന്നു. അന്നേ ദിവസം ആ കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത രോഗികളായ ആൾക്കാരെയെല്ലാം അവർ എല്ലാവരുടെ വീട്ടിൽ വന്ന് കാണുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഇത് കണ്ടുപഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. അവരുടെ വിലപ്പെട്ട സമയം അവർ കളഞ്ഞെന്ന് ഞാൻ പറയില്ല. അതവർക്ക് ഇഷ്ടമുള്ളത് കാരണമാണല്ലോ. ഇത്രയും ദൂരെ വന്ന് ഒരു 5-6 വീട് അവർ സന്ദർശിച്ചിട്ടുണ്ട്. അതിന് ഞാൻ അവരെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു കൂട്ടായ്മ ഉള്ളത് കാരണം എവിടെയെങ്കിലും ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കുടുംബ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തിട്ട് 13 വർഷമായി. ഈ 13ാമത്തെ വർഷമാണ് എന്നെ ഈ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തത്. ശ്രീലക്ഷ്മി മുത്തശ്ശി എന്ന് പറയുന്ന ആ ഒരു വൻ മരമെന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഒരു ഇല പോലും അവർ കളയാതെ എല്ലാ ബന്ധുക്കളെയും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിൽ. രണ്ട് പിക്കൂടിലേക്ക് ഫോട്ടോ എടുക്കാം. രണ്ടും ഫോട്ടോ എടുത്തിടാം. വീഡിയോ നിങ്ങൾ എടുക്കണം. ഫോട്ടോ കാണാൻ പിന്നെ 2 ഫോട്ടോ എടുക്കണം. അത് തന്നെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കാൻ അങ്ങോട്ട് നോക്കാം. ഫോട്ടോ രമണമാൻ്റെ ഒക്കെ അമ്മയുടെ ഷേപ്പ് ഇല്ലയോ? ഫോട്ടോസ്റ്റാർ എടുത്ത പോലെ മൊത്തം കൂട്ടിയിരുന്നോ? എല്ലാവരും